വെൽക്കം ബാക്ക് ടു എഡ്യൂആലെ 2.0. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിൽ നിങ്ങൾ ഷുവറായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് മിസ് മെയിനായിട്ട് പഠിക്കാൻ പറയാം ഡബിൾ പാസ് ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ A+ വേണ്ടവർക്ക് ഇതിനേക്കാൾ ഒന്നും കൂടി നന്നായി ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ടായിരിക്കും. ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് 80-ൽ 48 മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങണം. അപ്പോൾ എല്ലാവരും ഒരു 50 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. ബോത്ത് സ്റ്റാറ്റിസ്റ്റിക്സും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ട് 1 സെക്ഷൻ തിയറി പോർഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ +1 എക്കണോമിക്സിൽ നിങ്ങൾ ഡബിൾ പാസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് തന്നെ ജയിക്കുന്നവർക്കും ഈ പഠിക്കാം, A+കാർക്കും പഠിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയല്ല മിസ്സ് പറഞ്ഞത്. പക്ഷേ ഡബിൾ പാസ് വേണം, എനിക്ക് ഡബിൾ പാസിനുള്ള മാർക്കിനുള്ളത് പറഞ്ഞു തന്നാൽ മതി മിസ് എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ മിസ്സിന് മെസ്സേജ് അയക്കുന്നുണ്ടായി. അപ്പോൾ മിസ്സിൽ നിന്നിട്ട് ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ എക്കണോമിക്സും കൂടി കമ്പയർ ചെയ്ത് നോക്കി ഉറപ്പാണ് 48 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്കോളം ഈ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എന്ന് നോക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ ടൈം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. 16-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ 16-ാം തീയതിയുള്ള എക്സാമിന് അത് മാത്രം ഇരുന്ന് പഠിക്കാതെ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മിസ് പറയില്ല, സ്റ്റാറ്റിയാണ് പിന്നത്തെ എക്സാം. നിങ്ങളൊന്ന് ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിട്ട് ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം +1-ൽ നിങ്ങൾ പഠിക്കേണ്ട ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ഓക്കെ, അപ്പോൾ അതിന് മുന്നൊരു കാര്യം മിസ് പറഞ്ഞുതരാം. 80-ൽ നിങ്ങളെല്ലാവരും A+ ആഗ്രഹിക്കുന്നു എങ്കിൽ 70 മാർക്കോളം നിങ്ങൾ വാങ്ങിയിരിക്കണം. അത് C മാർക്ക് കൂടാതെയാണ് കേട്ടോ പറയുന്നത്. C മാർക്ക് 20 ഉണ്ട് എങ്കിൽ നിങ്ങൾ 70 മാർക്ക് വാങ്ങിയിരിക്കണം. 80-ൽ A+ 70 ആണ്. ഇനി 70-ൻ്റെ കൂടുതൽ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ C മാർക്ക് 19 ഉള്ളവർ ഒരു 71 മാർക്ക് വാങ്ങണം കേട്ടോ. കാരണം നമുക്ക് 100-ൽ 90 നമ്മുടെ റേഞ്ച്. എന്താ A+ എന്ന് പറയുമ്പോൾ 100-ൽ 90 A+ എന്ന് പറയുന്നത്. ഓക്കെ, A+ൻ്റെ റേഞ്ച് 100-ൽ 90. ഇനി ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ +1-ലും +2-ലും കൂടി നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്കാണ് 48 മാർക്കാണ് 2 വർഷം കൂടിയിട്ട്. അതായത് നിങ്ങൾ 80-ൽ എക്കണോമിക്സ് ഈ കൊല്ലം എഴുതുമ്പോഴും അടുത്ത കൊല്ലം എഴുതുമ്പോഴും രണ്ടും കൂടി കൂട്ടി 160-ലായിരിക്കും അല്ലേ. 160-ൽ നിങ്ങൾ ഈ സബ്ജക്റ്റിൽ പാസ്സാവണമെങ്കിൽ 48 മാർക്ക് വാങ്ങിയിരിക്കണം. അപ്പോൾ ഒരു 50 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണാണ്. അതാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ 80-ൽ നിങ്ങൾ ഈ ഒരു വർഷം ഡബിൾ പാസ് എന്തായാലും വാങ്ങുക. കാരണം നമുക്ക് ചിലപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫെയിൽഡ് ആയി കഴിഞ്ഞിട്ടും ഡബിൾ പാസ് ഇല്ലാതെ ജസ്റ്റ് പാസ്സായവരും പിന്നീട് വിഷമിക്കരുത്. +2 എക്കണോമിക്സ് ഈസ് വെരി ടഫ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കി നോക്കുക എങ്ങനെയാണ് +2 എക്കണോമിക്സ്. നമുക്ക് കർവുകളും പ്രോബ്ലംസും ഒരുപാട് നമുക്ക് തലയിൽ കയറാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എക്കണോമിക്സിൽ. സോ 50 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾ സേഫായിട്ട് വാങ്ങിച്ചു വയ്ക്കുക. ദെൻ പാസ് മാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ 28 ആണ് പാസ് മാർക്ക്. ഇനി C മാർക്ക് കൂട്ടിയിട്ട് 48 ആണോ മിസ്? അങ്ങനെയല്ല, C മാർക്ക് കൂട്ടാതെ 80-ലുള്ള മാർക്കാണ്. C മാർക്ക് 20 നിങ്ങൾ സെപ്പറേറ്റ് ആണ്. ഇതെല്ലാം 80-ലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഓർഡർ വൈസിലാണ് എഴുതിയിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് ഓർഡർ വൈസ് ആണ്. ആദ്യം സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പിംഗ് ആണ്. ഗോൾസ് ഓഫ് 5-ഇയർ പ്ലാൻസ് നമുക്ക് 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗോൾസ് ഓഫ് 5-ഇയർ പ്ലാൻ? സെൽഫ് റിലയൻസ്, ഗ്രോത്ത്, മോഡേണൈസേഷൻ, ഇക്വിറ്റി, ഇതൊക്കെയാണ് ഗോൾസ് ഓഫ് 5-ഇയർ പ്ലാൻസ്. എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഒക്കെ 1-2 സെൻറ്റൻസ് എങ്കിലും എക്സ്പ്ലനേഷൻ പഠിക്കാം. ദെൻ ഗ്രീൻ റെവല്യൂഷനും അതിൻ്റെ ബെനിഫിറ്റ്സും എഗെയിൻ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. കാരണം നിങ്ങൾ 8 മാർക്ക് മാത്രം നോക്കാതെ ഇപ്പോൾ 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് വന്നാൽ 16 മാർക്കേ കിട്ടുള്ളൂ. 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസൊക്കെ ആയാൽ തന്നെ 10-40 മാർക്കായി അവിടെ 2 സെക്ഷനിൽ. സോ അതിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എസ്എ ക്വസ്റ്റ്യന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനും അതിൻ്റെ ബെനിഫിറ്റ്സും 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു, ഗവൺമെൻറ് ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ അവർക്ക് സാധിച്ചു അല്ലേ. ബഫർ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ പോവർട്ടി കുറയ്ക്കാനായിട്ട് പറ്റി. എല്ലാവർക്കും മാർക്കറ്റിങ്ങിൽ കൂടി. അങ്ങനെ കുറേ ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചാൽ യൂസ് ഓഫ് HYV സീഡ്സ്, അതല്ല ഹൈ yield വെറൈറ്റി സീഡ്സുകൾ യൂസ് ചെയ്തു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തു, ദെൻ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു. അതൊക്കെ ഉണ്ടായപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആയി. ഈ ഒരു എന്താ പറയുക, ഈ ഇൻക്രീസ് ആവുന്ന കാർഷിക മേഖലയിൽ ഉണ്ടാവുന്ന ഈ ഒരു തള്ളിച്ച
ചെയിൻ ആണ് ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ പറയാൻ അതിൻ്റെ ബെനിഫിറ്റ് കേട്ടോ. ദെൻ ലിബറലൈസേഷൻ മെഷേഴ്സ് ഇൻ വാരിയസ് സെക്ടേഴ്സ് 8 മാർക്കിന്. ന്യൂ ഇക്കണോമിക് പോളിസി 1991 8 മാർക്കിന്. ഇത് രണ്ടും മൂന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ്. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ലിബറേറ്റിംഗ് ദി ഇക്കോണമി ഫ്രം ദ കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ്. കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറേ ഭാഗത്ത് കുറയ്ക്കാം. അത് ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുണ്ട്. അതായത് ബാങ്കിങ് സെക്ടറിൽ കുറച്ചിട്ടുണ്ട്, ഫൈനാൻസിങ് സെക്ടറിൽ കുറച്ചിട്ടുണ്ട്, ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ഫോറിൻ സെക്ടറിൽ, ടാക്സ് സെക്ടറിൽ, അങ്ങനെ കുറേ റിഫോംസുകൾ ലിബറലൈസേഷൻ മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ എന്തൊക്കെ കൊണ്ടുവന്നതെന്നുള്ളതും പഠിക്കണം കേട്ടോ. ന്യൂ ഇക്കണോമിക് പോളിസി 1991 ഇത് നമുക്ക് 8 മാർക്കിന് ചോദിക്കാം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്തത് അത് നിങ്ങൾ ആ ചാപ്റ്റർ മൊത്തം എഴുതി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അവിടെ നമ്മൾ പറയേണ്ടത് നമുക്ക് എന്താണ് ക്രൈസിസ് വന്നപ്പോൾ 1991 മുന്നേയായിട്ട് നമുക്ക് ഒരു ഡിപ്രഷൻ ക്രൈസിസ് വന്നപ്പോൾ വേൾഡ് ബാങ്കിനോടും IMFനോടൊക്കെ നമ്മൾ പൈസ ചോദിച്ചു അല്ലേ. അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കണ്ടീഷൻസ് വെക്കുകയുണ്ടായി. ആ കണ്ടീഷൻസ് പ്രകാരം നമ്മുടെ ഇന്ത്യ കൊണ്ടുവന്ന ഒരു പുതിയ പോളിസി ആയിരുന്നു ന്യൂ ഇക്കണോമിക് പോളിസി 1991. ഇത് പ്രകാരമാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ വന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും നിങ്ങൾ അറിയേണ്ട പോയിന്റ്സുകൾ എഴുതി വയ്ക്കണം. ഓക്കെ. ദെൻ കോസസ് ഓഫ് പോവർട്ടി നമുക്ക് 5 മാർക്കിന് ചോദിക്കാം. കോസ് ഓഫ് പോവർട്ടി എന്താണ്? ലോ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, ലാക്ക് ഓഫ് അസറ്റ്, മൾന്യൂട്രീഷൻ, ഇനീക്വാളിറ്റീസ്, ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മുടെ പോവർട്ടി ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളാണ്. ദെൻ പോവർട്ടി എലിവിയേഷൻ പ്രോഗ്രാംസ് ഇത് 8 മാർക്കിനാണ് ചോദിക്കാറ്. ചിലപ്പോൾ നമുക്ക് 5 മാർക്കിലേക്ക് പോവാം, എങ്കിലും ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഷുവറായിട്ട് അവിടെ കാണാറുള്ളതാണ്. പോവർട്ടി എലിവിയേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് 3 സെറ്റ് ഓഫ് പ്രോഗ്രാംസുകളാണ്. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം ഉണ്ട്, വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസുകളുണ്ട്. എല്ലാ പ്രോഗ്രാമിൽ നിന്ന് ഒരു 4 എണ്ണം പഠിക്കണം. ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റിയിൽ PDS എഴുതാം, മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ എഴുതാം, ICDS എഴുതാം, അങ്ങനെയുള്ളത് അന്നപൂർണ സ്കീം എഴുതാം. ദെൻ നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, സ്വരോസ്ഗാർ യോജന, അങ്ങനെ ഒരുപാട് പോളിസീസ് ഉണ്ട്. അത് ഫുൾ ഫോമും പഠിക്കണം. അത് എന്തിനുള്ളതാണെന്നും കൂടി നിങ്ങൾ 2 സെൻറ്റൻസെങ്കിലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ സെക്യൂരിറ്റി പ്രോഗ്രാം, പെൻഷൻ സ്കീമുകൾ, ആം ആദ്മി സ്കീമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കീമുകളുണ്ട്, അതും പഠിക്കുക കേട്ടോ. ദെൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ 4 മാർക്കിനെ ചോദിക്കാറ്. മൈഗ്രേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ട്രെയിനിങ്, ഹ്യൂമൻ ക്യാപിറ്റൽ സോഴ്സസുകൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവട്ടെ. ഇതെല്ലാം ഈ ചോദ്യങ്ങൾ. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ലാതെ ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫ്ലോറികൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറില്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കന്നുകാലി വളർത്തുന്നു അല്ലേ, അതും ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. അതുപോലെ ഫിഷറീസ്, മത്സ്യബന്ധനം നടത്തുക. ദെൻ ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറികൾച്ചർ എന്താണ്? കോഴികളെ വളർത്തുക, അല്ലെങ്കിൽ നഴ്സറികൾ അല്ലേ, അതെല്ലാം ഡിഫറെൻറ്റ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. അത് അതേപോലെ തന്നെ ഒരു 4 പോയിന്റ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നബാർഡ് എന്താണ്? NREGP എന്താണ്? നബാർഡ് എന്ന് വെച്ചാൽ എന്താണ്? റൂറൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി, റൂറൽ ഏരിയയിലെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു തരം ബാങ്കാണ് എന്ത്? നബാർഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, അതിൻ്റെ എയിംസുകളെല്ലാം സെപ്പറേറ്റ് പഠിക്കാം. നമുക്കത് 4 മാർക്കിൽക്കും 2 മാർക്കിൽക്കും പോവാറുണ്ട്. അതേപോലെ NRGP അതെ 4 മാർക്കിൽക്കും 2 മാർക്കിൽക്കും ചോദിക്കും. NREGP എന്ന് വെച്ചാൽ എന്താ? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ? തൊഴിലുറപ്പ് പദ്ധതി. നിങ്ങൾക്കറിയാലോ, ഒരു കൊല്ലത്തിൽ 100 days ഓഫ് വർക്ക് ഗ്യാരണ്ടി തരുകയാണ് ഗവൺമെൻറ്. ആർക്കാണ് അവർ കൊടുക്കുന്നത്? കുറച്ചും കൂടിയും പ്രായമായ എന്നാൽ പണിയെടുക്കാൻ ഏത് പണിയും ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തുന്ന മെയിൽ ആൻഡ് ഫീമെയിൽസ് എല്ലാവർക്കും അല്ലേ, വുമൺസിനും ഉണ്ട്, അതുപോലെ തന്നെ മെൻസിനും വർക്ക് കൊടുക്കുന്നുണ്ട്. 100 ദിവസത്തെ തൊഴിലുറപ്പ് അല്ലേ. ആ തൊഴിലുറപ്പ് പദ്ധതി ഇതിൻ്റെ പേര് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് ആക്കിയിട്ടുണ്ട്. ഇതെന്താണ് നിലവിൽ വന്നതും അതിനെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ എൻവയോൺമെൻറ്റും അതിൻ്റെ ഫങ്ഷൻസും ചോദിക്കാറുണ്ട് 4 മാർക്കിന്. എൻവയോൺമെൻറ്റ് വെച്ചാൽ എന്താ? ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ പ്ലാനറ്റ്, ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അറൗണ്ട് അവർ പ്ലാനറ്റ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഉള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിൻ്റെ കംപ്ലീറ്റ് ടോട്ടാലിറ്റീനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജീവനുള്ളത്, അബയോട്ടിക് എന്ന് വെച്ചാൽ ജീവനില്ലാത്തത്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അസിമിലേറ്റ് വേസ്റ്റ് അറിയാൻ സഹായിക്കുന്നു. ദെൻ സസ്റ്റെയിൻ ലൈഫ്, ജീവൻ നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ.
ഓക്കെ. ദെൻ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 8 മാർക്കിന് തന്നെയാണ്, എൻവയോൺമെൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ വരും തലമുറയ്ക്കും കൂടിയും ഇവിടെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി, വിൻഡ് പവർ, തെർമൽ പവറിന് പകരം വിൻഡ് എനർജിയും സോളാർ എനർജിയൊക്കെ യൂസ് ചെയ്യുക, ഓർഗാനിക് ഫാമിങ് യൂസ് ചെയ്യുക, ബയോപെസ്റ്റ് കൺട്രോൾ, ബയോഡൈവേഴ്സിറ്റി, അങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ അല്ലേ, ഒരു 5-6-7 നല്ല കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 നിന്ന് പഠിക്കേണ്ടത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക് പോർഷനും കൂടി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ ഡബിൾ പാസ് എന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമുക്ക് A+ തന്നെ ഉറപ്പിക്കാവുന്നതാണ്. മീൻ മീഡിയൻ മോഡ് കണ്ടിന്യൂസ് സീരീസിൻ്റെ വേണം പഠിക്കാൻ, 8 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒജേവ് വരയ്ക്കാനായിട്ട് അറിയണം 5 മാർക്കിന്. പൈ ഡയഗ്രാം 4 മാർക്കിന് അറിയണം. ഈ പൈ ഡയഗ്രാമിൻ്റെ പകരം നമുക്ക് ബാർ ഡയഗ്രാം ചോദിക്കാം, സിമ്പിൾ ബാർ ഡയഗ്രാം ചോദിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ചോദിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണേ നമുക്ക് 5 മാർക്കിന് ചോദിക്കാറുള്ളൂ. ക്രിസ്മസ് എക്സാമിന് എന്തോ ഹിസ്റ്റോഗ്രാമും സിമ്പിൾ ബാർ ഡയഗ്രാമും ചോദിച്ചിരുന്നു. റാങ്ക് കോറിലേഷൻ കാണാനായിട്ട് പഠിക്കണം. സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനാണ് പഠിക്കേണ്ടത്. അതായത് 1 - 6 സിഗ്മ d² / n³-n. ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 4 മാർക്കിലേക്ക് പോവാം. സ്റ്റെപ്സ് ഇൻ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ സ്റ്റെപ്പുകൾ 5 മാർക്കിലേക്ക് പോവാം. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പാർട്സ് ഓഫ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും വരാം. ഫിഗർ തന്നിട്ട് എല്ലായിടത്തും ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ഇട്ട് കഴിഞ്ഞിട്ട് ടേബിൾ നമ്പർ, ടേബിൾ ടൈറ്റിൽ, ക്യാപ്ഷൻ, സ്റ്റബുകൾ, ഫുട് നോട്ട്, സോഴ്സ് നോട്ട്, ബോഡി ഓഫ് ദി ടാഗ് ഒക്കെ എവിടെയാണ് ടേബിളിന് കൊടുക്കുക അതും ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. നമുക്കത് കിട്ടണം. ഓക്കെ. ദെൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഇൻഡെക്സ് നമ്പറിൻ്റെ ഒരു പ്രോബ്ലം, അതായത് ഒന്നുകിൽ ആസ്പിയറോ പാഷയോ അതല്ലെങ്കിൽ ഫിഷേഴ്സിൻ്റെയോ 3 എണ്ണം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ദെൻ കോറിലേഷൻ വിത്ത് സ്കാറ്റർ ഡയഗ്രാം. ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട്, അതായത് നോ കോറിലേഷൻ. ദെൻ പെർഫെക്റ്റ്ലി പോസിറ്റീവ് ഉണ്ട്, പെർഫെക്റ്റ്ലി നെഗറ്റീവ് ഉണ്ട്. ഇത് ടൈപ്പുകൾ മാത്രമല്ല, ഇത് നമ്മൾ വരയ്ക്കാനും ഇപ്പോൾ ഒരു ലൈൻ വരച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി പോസിറ്റീവ് ആണ്, ഇങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി നെഗറ്റീവ് ആണ്. ദെൻ അവിടെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ സീറോ കോറിലേഷൻ ആണ് എന്ന് തുടങ്ങിയിട്ടുള്ള 5 ടൈപ്പ് ഓഫ് ഡയഗ്രാംസ് വിത്തൗട്ട് മെഷർമെൻറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് ഇപ്പോൾ മിസ് വരച്ച പോലെ വരച്ച് ഓരോന്ന് എന്താണെന്ന് എഴുതിയാൽ മതിയാവും. ദെൻ എന്താണ് പൈലറ്റ് സർവേ? 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രൈ ഔട്ട് ദ ക്വസ്റ്റ്യനെയർ? നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക, ട്രയൽ ചെയ്യുക. നമ്മൾ ആദ്യം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് ട്രയൽ ഔട്ട് ചെയ്യണതിനാണ് പൈലറ്റ് സർവേ എന്ന് പറയുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. ജയിക്കണം ഉള്ളവർക്കും ഇത് മതി, ഡബിൾ പാസ് വേണ്ടവർക്കും ഇത് മതി, A+ വേണ്ടവർക്കും വേണ്ടവർക്കൊക്കെ ഈ ടോപ്പിക്കുകൾ പഠിക്കാം. ഇതൊക്കെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. A+കാർക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് മിസ്സിന് ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ പക്ഷേ നമ്മളിത് എസ്പെഷ്യലി മെയ്ഡ് ഫോർ ഡബിൾ പാസ് സ്റ്റുഡൻസ്, ആർക്കൊക്കെ ഡബിൾ പാസ് വേണം എന്നുള്ളവർക്കാണ്. സോ എല്ലാവരും ടൈം കളയാതെ നല്ലപോലെ പഠിക്കാൻ. നിങ്ങൾക്ക് അത്യാവശ്യം ലീവുകളുണ്ട്, ഉള്ള സമയം നന്നായി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.